അപ്പുറത്തെ സൈഡ് വരി വരിയായിട്ട് പറഞ്ഞേ തെണ്ടി പിള്ളേരെ എംബോയ് വാസ് റൈറ്റ് എന്ന്. അതെ 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 എടാ നമ്മുടെ എംബോയ് അത് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് കേട്ടാ. അത് എംബോയ് എംബോയ് എന്റെ അളി എന്തൊരു ഇവിടെ ഈ മല ഒരു പാർട്ടിക്കാണെങ്കിൽ ചന്ദ്രൻ അലീനെ പിടിച്ചിട്ടാ അവിടുന്ന്. ചന്ദ്രനോട് പറയാതെ പോയിട്ടാ. ഹലോ ഇതെന്താ അപ്പാപ്പ അപ്പാപ്പ എന്നെ വന്ന് മൂക്കമുടി കൊറ്റിയിടിയുന്നു. പിന്നല്ലേ എന്നെ നേരെ വന്ന് ഒറ്റയടി തീർത്തില്ല. ആണാവണ്ണൊന്നുമില്ല. തലക്കാള എന്താ കിട്ടിയ പിന്നല്ല ഒന്നങ്ങ് ഇറങ്ങില്ലേ അവളിനി കളിക്കാൻ. അന്ന് എവിടെയാ പോകുന്നേ? അല്ല ഞാൻ നോക്കിയതാ. ഓരോ റൂമിന്റെ താക്കോല കണ്ട. രണ്ട് കുറ്റിയുള്ളു എല്ലാം ഒരേ താക്കോല്. ഒരെണ്ണം മിസ്സിംഗ് ആണല്ലോ, രണ്ടെണ്ണം മിസ്സിംഗ് ആണല്ലോ. രണ്ട് റൂമില് ആര് വെടിയടിക്കാൻ കയറിയോ? ഇത് നാളെ ഫുള്ള് ബുക്കിംഗ് ആണോ? പറഞ്ഞില്ല. ഇത് വാസമോനെ, നമുക്ക് ഈ മുറികളൊന്ന് തപ്പണം. ഈ മുറിക്കകത്ത് വാസമോന് വേണ്ട സംഭവം ഒളിച്ചിരിപ്പുണ്ട്. വാ കണ്ടുപിടിക്കാം. ഈ മുറിക്കകത്തോ? നമുക്ക് പറ്റിയ ഹോട്ടലല്ല. വേണ്ട വേണ്ട അണ്ണാ നമ്മളെ തിഗ്മയല്ലേ അണ്ണാ. എന്താ ഇങ്ങനെ ഇവിടെ എവിടെ കൊണ്ടുവന്ന സ്വാമിയെ? ചന്ദ്രൻ ചന്ദ്രൻ പറ്റിയ ഹോട്ടൽ എവിടെ പോണി അപ്പാപ്പൻ? ഇവിടെ കടപ്പുടങ്ങി, ഇവിടെ വഴി കടപ്പുടങ്ങി. ഷേക്കല്ലേ ഈ ചേച്ചി കണ്ടോ? ഈ ചേച്ചി ആ ചേച്ചിയൊക്കെ പറ. കണ്ണു വെച്ച് ഗേൾഫ്രണ്ട് ഹാസ് ബീൻ സ്പോൺഡ്. അണ്ണനെ അടുത്ത് നിൽക്കുന്നത് എടാ നീ ഒന്ന് പോയടാ. 24 മണിക്കൂർ എന്റെ സാമാനത്തെ തൂങ്ങി തൂങ്ങി നിൽക്കും. അവന്റെ വാലന്റൈൻസ് ഡേക്ക് പോലും എന്നെ വെറുതെ വിടത്തിൽ. കുട്ടി അകത്തോട്ട് കയറാൻ ചെറിയൊരു വിസമ്മതം കാണിക്കുന്നുണ്ട്. റൂമില് വരൂലല്ലേ വാസുമോന്? വണ്ടിയിലൊക്കെ കയറും. വാസുമോനെ, ആ കുട്ടിയെ നോക്കിയിട്ട് വാസുമന്റെ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പം ഉണ്ടല്ലോ, ഇത്ര മുടി വേണം, ഉള്ള കുട്ടിയായിരിക്കണം, അങ്ങനെ ഒന്ന് റെഡിയാക്കിയ കുട്ടീനെ ഒന്ന്. അപ്പുറത്തെ റൂമിൽ ലോയലാണേ, ലോയലാണേ. കേട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ചാമ്പ്യൻ തുടങ്ങട്ടെ. എന്റെ ചാമ്പ്യൻ തുടങ്ങട്ടെ. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. റെക്കോർഡ് ഇതിന്റെ പേഴ്സണൽ റെക്കോർഡാ. ക്ലിയർ ആണേ. ഇനി അണ്ണ എങ്ങോട്ടാ?
വോട്ടിന് പോലും വേണ്ട കുട്ടി. അപ്പനെ കുറച്ചാള് മാറി മാമയാവാനാണ് കേട്ടാ. തോന്നിയാസം പറയരുത്. അപ്പാപ്പ ഇവള് വരുന്നില്ല. അണ്ണാ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അണ്ണാ. നമ്മുടെ പ്രസ്റ്റീജ് കാണിക്കുന്ന കോഴത്തിനെ ആൾക്കാർ മേളിൽ അവിടെ നോക്കുന്നുണ്ട് അണ്ണാ. നമ്മളെ മറഞ്ഞിരിക്കാം. കണ്ണു വെച്ചെന്തൊക്കെയാ കാണിക്കുന്നത്? സംഭവിക്കുന്നത് ആരേലും പറഞ്ഞു തരുമോ? ഇവിടെ ഒന്ന് മാറിക്കോടാ നീയൊക്കെ ഒന്ന്. എന്തൊക്കെയാ സംഭവിച്ചത്? ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ അകത്ത് നമ്മൾ എടുത്തില്ലേ, അവിടെ പോയി ഇവിടെ പറഞ്ഞു വിട്. എന്നിട്ട് ഒന്നും കൂടെ എടുക്ക്. അപ്പാപ്പ അവള് കുട്ടി അയ്യേ എന്താണ് ഡ്രസ്സിൽ ഇവർക്ക് എന്താ? കൊറേ ഡ്രസ്സുണ്ട് കേട്ടോ ഇതിനകത്ത്. അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. കുട്ടി ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ഓടല്ലേ, അങ്ങനെ പെട്ടെന്ന് ഓടല്ലേ. അണ്ണൻ ബോട്ടിനെ പ്ലീസ് എനിക്ക് ബിസിയാണ് പ്ലീസ് ഒന്ന് മാറി കൊടുക്കണേ. വഴി മാറി കൊടുക്കണേ. ഗേൾഫ്രണ്ടിനോട് കുട്ടിയുടെ പേരെന്താണ്? ഡെല്ലുലു വാ. ഹലോ അണ്ണാ വേറൊരു കാര്യം അണ്ണനോട് ചോദിക്കാറുണ്ട്. ഹലോ ഹലോ ബ്രോ. ആ ഹലോ ബ്രോ ഒന്നിങ്ങോട്ട് വരും, ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വരുമോ? വേറെ ആരും വരരുതേ. വാ വാ വാ. വേറെ ആരും വരലടാ. ഒരു മിനിറ്റ്. ബ്രോ എന്റെ കൂട്ടത്തിലുള്ള ഒരാള് അവിടെ വേഷം മാറി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കൂ. കണ്ടാ? അപ്പൊ ഞങ്ങളിങ്ങനെ ആൾക്കാരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ആർക്കെ ബ്രോനെ ആർക്കെങ്കിലും പൊക്കാനുണ്ടോ? മീൻസ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും പൊക്കാണ്ടോ? നമ്മള് പൊക്കി തരാം. കൂട്ടത്തില് പെണ്ണിനെ കണ്ട ഗുണം മാറുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും ഡീസന്റാ. ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അവിടെ നിൽക്കുന്ന അവിടെ സെറ്റാണല്ലോ. എന്താന്ന് വെച്ചാ ബ്രോ, ഞാനേ എന്റെ ഗേൾഫ്രണ്ട് പുറത്തുനിന്ന് വന്നാ തായ്ലൻഡിൽ നിന്ന്. പുള്ളിക്കാരുടെ കൂടെ ഇന്ന് ഡേറ്റിന് പോവാന്ന് പറഞ്ഞു പോയി. ഇതാണ് ഗേൾഫ്രണ്ട്. അതെ ഇങ്ങനത്തെ കൊറേ ഗേൾഫ്രണ്ടിനെ ഇപ്പൊ അവിടെ കാണാണ്ട്. ഇതല്ല ഇത് ഡെല്ലുലു. ഇത് ഡെല്ലുലു. ഓക്കെ ഞാനിപ്പോ വരാം 2 മിനിറ്റ്. ഓക്കെ ശരി. ഡെല്ലുലു വരൂ. എനിക്കും വേണം ഒരു ഡെല്ലുലു. അണ്ണനോട് വേറെ കാര്യം സംസാരിക്കണം. നിങ്ങളൊക്കെ ലീഡറെ തട്ടാനുണ്ടെങ്കിൽ ടി വി ഡ്രസ് ഷോപ്പ് കാണാതെ. ഒരുത്ത കോൾ വിളിച്ചിട്ട് പറയുക, നിങ്ങളൊക്കെ ലീഡറെ തട്ടാനുണ്ടെങ്കിൽ ടി വി ഡ്രസ് ഷോപ്പ് കാണാതെ.
പിന്നെ അവന്മാരത്ത് ഡ്രസ് ഷോപ്പിൽ നിന്നുണ്ടല്ലോ നമ്മുടെ നട്ടില് പ്രൂവ് ചെയ്തത്. ഒന്ന് സംസാരിച്ചു നോക്കണ്ട, ഒന്ന് ഫോൺ വിളിച്ചുതരാം, ഫോൺ വിളിച്ചുതരാം. ഒരു രണ്ട് നിനക്കൊക്കെ എന്താടാ? അണ്ണ ഒന്ന് നല്ല മനുഷ്യനാ, നല്ല സ്വഭാവമാണ്, നല്ല മനസ്സിനുടമയാ. നമ്മുടെ ഭാഷയിൽ സംസാരിച്ചാൽ മതി. എനിക്ക് ആദ്യം ഹലോ ബ്രോ. എടാ പെണ്ണ പോയി വല്ല റബ്ബർ നട്ടാലും വെച്ച് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചന്ദ്രബോസ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ടെസ്റ്റ് ചെയ്ത് ഹലോ എടാ പെണ്ണ വല്ല റബ്ബർ നട്ടന്റെ എടുത്ത് വെച്ച് നടക്കണ സാരി കാണോ മാനോ ഇല്ലാത്ത മോണ്ണം. എടാ പിള്ളേ പോയി രണ്ട് എല്ലി വരാൻ രണ്ട് എല്ലാം കഴിച്ചോണ്ടിരിക്കണോ ഇവ കടിച്ചോ പോടാ പട്ടി പൊടിച്ചിപ്പട്ടി. എടാ നാട എടാ പിള്ളേ പോയി രണ്ട് ഫോറിന് എല്ലാം കഴിച്ചോണ്ടിരിക്കണ മോണ്ണെ. പറഞ്ഞോ മനസ്സിലെല്ലാം ദേഷ്യം പോടാ മോണ്ണെ. എടാ നീ ആ റബ്ബർ നട്ടനും വെച്ചോണ്ടാ പോയി വല്ല സാരി ചട്ടി പോട്ടെ പോടാ മോൺ പോടാ. വരുവടാ വരും. എങ്ങോട്ട് വിളിച്ചു പേര് വാസു വാസു. ആ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കുന്നുണ്ട് അങ്ങോട്ട്. അവിടെ വെറുതെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ വൈഫ് വിളിക്കുന്നു. കുട്ടിക്കെന്താ പറയണ്ടത്, കുട്ടിക്കെന്താ പറയണ്ടത്? കുട്ടി പറഞ്ഞോ. പെടുത്തി പെണ്ണും കൂടി പോയി. വാസുപുരെ വിളിച്ച കൊച്ചിതല്ല, ആ കൊച്ചപ്പുറത്തോട്ടാ പോയെ. ഇല്ല ഞാനാണ്. ഇതാരാണോ തായ്ലൻഡിൽ നിന്ന് വന്നാത്രേ. ആ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പിടിയിൽ വീണിരിക്കുന്നല്ലേ. അവനെ ഇതാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ ഒരു കമ്പിന്റെ പുറത്ത് ഒരു പെങ്കൊച്ചിന്റെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ വന്നിരുന്ന് ചുമ്മാ സംസാരിച്ചോളൂ. അവനൊക്കെ നേരത്തെ എക്സ്പോസ്ഡാ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. മനസ്സിലായ? അതിൽ പ്രത്യേകിച്ച് അതിശയൊന്നും ഇല്ല എനിക്ക്. അപ്പനെ കാണാൻ ശരിക്കും വന്നേന്ന്. എന്താ പറയാ? ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വരാം പാപ്പ. ഡെല്ലിലു കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യണ്ടായിരുന്നു. ആരാ പാടില്ലല്ലോ. എത്ര രാവ് അപ്പം അപ്പാപ്പൻ അങ്ങോട്ട് ഇറങ്ങുവാന്ന്. അവൻ പോണോ? അപ്പൻ പോവാന്ന് വാസുമനെ. അപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് അപ്പാപ്പൻ വാസുമന് തന്ന വാക്കാണ് വാസുമൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന്. താങ്ക് യു അപ്പാപ്പ. ഡെല്ലിലു എന്റെ കൂടെ ഉണ്ട്. ഡൽഹിയിലെ അപ്പാപ്പ വാസുമൻ പൊന്നുപോലെ സൂക്ഷിക്കുക. വണ്ടി കയറും, എല്ലായിടത്തും കയറും. ഹഗ് കിസ്സൊക്കെ വർക്കിംഗ് ആണ്. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. അപ്പാപ്പ കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ വേണമായിരുന്നു. ഡെലുലുവിന്റെ മുഖം എങ്ങനെ? കുറച്ചുകൂടെ ഓപ്ഷൻസ് അല്ലേ? നാളെ അല്ലേ വാലന്റൈൻസ് ഡേ? നാളെ രൂപം നമുക്ക് ഡെല്ലിലു വേണ്ട വേണ്ട ഡെല്ലിലു വേണ്ട വേണ്ട വേണ്ട.
വേറെ ആരടിച്ച് ഇതാരാ? കാണുന്നില്ലല്ലോ. ഞാനാ പെണ്ണ്. ചാവൂല 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 ഞാൻ അയ്യോ എന്നടിക്കല്ലേ. ഒന്ന് മാറിക്കോ, ഒന്ന് മാറിക്കോ. അത് ചാവൂല ബ്രോ, ചാവൂല ചാവും, ചാവൂല ചാവും, ചാവൂല. ചത്ത്. ഡെലിലു ഒന്ന് മാറിക്കോ. ഞാൻ വന്നപ്പോ ചത്തില്ലല്ലോ. ഇപ്പൊ ചത്തേനെ. നമ്മള് കൊറേ നേരമായി സത്യം. അത് ദേഷ്യം വരില്ല. ഡെലിലു വാ. ചന്ദ്ര നിങ്ങളൊക്കെ എവിടെ? ചന്ദ്ര ചന്ദ്രനകത്തില്ലേ? ഇവിടെ എല്ലാരും എവിടേക്കാണ്? എന്റെ സൗണ്ട് പോയാണോ? ഹലോ. അല്ലല്ല, ഞാൻ ഇപ്പുറത്തൊരു മലയല്ല, കുറച്ച് മാറിയിട്ട്. ആ നീ എപ്പോഴത്തേനും മല പിടിച്ച്? അല്ല, ഞാൻ ഇത് ഒരു കല്ല് ഓഫ് റോഡ്. ഓക്കെ. ഇങ്ങനെ ഒരു ഓപ്ഷൻ റിയൽ ലൈഫിൽ ഉണ്ടാവോ ബ്രോ? നാളെ സിംഗിൾ ആണെന്നോ? എന്തൊക്കെ തരം മനുഷ്യന്മാരല്ലേ? അയ്യോ എടാ, നമ്മുടെ വണ്ടി എവിടെടാ പാർക്ക് ചെയ്തേ? വണ്ടി എവിടെയായിരുന്നു നമ്മളോട് നിർത്തി? അതാ കിടക്കുന്നത് കൊമ്പൻ. ഹലോ ഹലോ ബ്രോ. ആ ഹലോ. ഇവിടെ പോയി. ഇതെന്താ പരിപാടി ഇവിടെ? എന്തോ ഇവിടെ പരിപാടി എന്താ? ബ്രോ അവിടെ ആരോ പത്രം വായിക്കുന്നു, അതൊന്നും നിർത്താവോ ആദ്യം? ബ്രോ പറയുന്നത് കേൾക്കുന്നില്ല. ഇവിടെ എന്താ പരിപാടി നടക്കണേ? ഇവിടെ പരിപാടി നടക്കുന്നത് വാലന്റൈൻസ് ഡേയുടെ പരിപാടി, കപ്പിൾസ് ആയിട്ടുള്ളവർക്ക് മാത്രം. ആ പെണ്ണിലൊക്കെ ഞാനെന്തിനാ ഇവിടെ വരെ നിൽക്കണം? ആ അതാ തിരിച്ച് ബസ് കയറി കിട്ടോ. ബാക്കിയുള്ളവരൊക്കെ പോയേ? ആ ബാക്കിയുള്ളവരെ കാണുന്നില്ല. എടാ നീ അവരെ ഒന്ന് കണ്ടുപിടിച്ചേ ജസ്റ്റ് ഒന്ന്, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ. വേറെ ലവ് സോങ് എന്ന് പറഞ്ഞു, തമിഴ് ലവ് സോങ്സ്. എടാ ഞാൻ മറ്റേ പാല് എന്ത് സ്ഥലം സ്റ്റോപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ഒരു ഗുഹയില. ഓ എനിക്ക് നാളെ ഞാൻ വേസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്.
എന്നെ പോലെ ഒരു 10,791 പേര് ഇവിടെ വാലന്റൈൻസ് ഡേക്ക് വിഷമിച്ചിരിക്കുക. നിന്നെ പോലെ ഒരു ഡെല്ലുലും ഇല്ലാതെ ഇവരെല്ലാം എന്തൊക്കെ അവസ്ഥയല്ലേ. ഇത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യണം? ഇനി സ്റ്റോപ്പ് ചെയ്യാൻ അകത്ത് പോകണമെന്ന് തോന്നേട്ടാ. അതില്ല, ഡാൻസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചാവില്ലടാ. ഇത് ചാവൂല. അവളുടെയൊക്കെ കള്ളി റിട്ടേൺ അടിക്കുന്ന നിങ്ങളെ ഓൺലൈൻ ഓർഡർ ചെയ്തതാ. റിട്ടേൺ അടിക്കാനാ.